ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രാഹുലും ഷാരിയും ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ പറയുന്നുണ്ട് സിയസിനെ എങ്ങനെയും രൂപ കൊല്ലും എന്നൊക്കെ പറയുമ്പോൾ ഷാരി ഇങ്ങനെ ഓരോ കുത്തുവാക്കുകൾ പറയുകയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ രാഹുൽ പറയുന്നുണ്ട്, ഇനിയിപ്പം CS വേണമെങ്കിൽ താരയുടെയും എൻ്റെയും കുഞ്ഞാണ് സരിയു എന്ന് വരെ പറയും, അപ്പോഴും നീ എൻ്റെ കൂടെ നിൽക്കണം, നമുക്കെല്ലാം വീണ്ടെടുക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഷാരി ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓരോന്ന് ചിന്തിച്ച് പറയുന്നുണ്ട്, നിങ്ങളുടെ കൂടെ ഞാൻ നിൽക്കാതിരിക്കുമോ, നാളത്തെ ഒരു ദിവസം ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് പറയുകയാണ്. പിന്നെ കാണിക്കുന്ന ആൽബർട്ടും സോണിയും നമ്മുടെ വിക്രത്തിനെ കാണാൻ വേണ്ടി ജയിലിൽ ചെല്ലുവാണ് കേട്ടോ. എന്നിട്ട് അവരുടെ ജീവിതത്തിലോട്ട് ഇനി ഒരിക്കലും കടന്നു വരരുതെന്നും പറഞ്ഞ് കുറേ വാൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ വിക്രത്തിന് ഇവരെ കാണാൻ താല്പര്യമൊന്നുമില്ല, പൊക്കോടെ എന്നൊക്കെ പറഞ്ഞ് പുള്ളിയും ദേഷ്യപ്പെടുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ ആൽബർട്ട് ഇറങ്ങുന്നതിന് മുമ്പ് വിക്രത്തിനെ വാൺ ചെയ്യുകയാണ്, മര്യാദയ്ക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ പോയി തൂങ്ങി ചാവടാന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവരുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ വിക്രം ഈ ദേഷ്യത്തിനെല്ലാം ഇങ്ങനെ പുള്ളി മനസ്സിൽ പറയുകയാണ്, ഇനിയിപ്പം നല്ലവനായിട്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല, ആ പേര് കൊണ്ടും കാര്യമില്ല, പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്നുള്ള രീതിയിൽ നിൽക്കുവാണ്. അതേസമയത്ത് നമ്മുടെ ഷാരി ആണെങ്കിൽ ഡോക്ടറിനെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഡോക്ടർ വരും. ഡോക്ടർ വരുന്ന പാടെ പറയും, ഇപ്പോഴാണ് കറക്റ്റായിട്ടുള്ള അച്ഛൻ്റെ അമ്മയുടെ സാമ്പിൾ കിട്ടിയതെന്ന് പറയും. അപ്പോഴേക്കും ഷാരി വയ്ക്കും എന്ന് വെച്ചാൽ എന്ന് ചോദിക്കുമ്പോഴേക്കും പറയുന്നുണ്ട്, ഇതാണ് ഈ കുട്ടിയുടെ ശരിക്കുള്ള അച്ഛനും അമ്മയെന്ന്. ഇത് കേൾക്കുന്ന ഷാരി അപ്പം തന്നെ ആകെ തളരുകയാണ് കേട്ടോ. പുള്ളിക്കാരി പിന്നെ ഭയങ്കര കരച്ചിലും കൂടെ പുള്ളിക്കാരിക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല. പുള്ളിക്കാരിയുടെ അഭിനയം ഒരു രക്ഷയില്ല, ഭയങ്കര സൂപ്പർ. എന്നിട്ട് നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട്, ശരിക്കുള്ള മാതാപിതാക്കൾ ഇനി കോടതിയിൽ പോയി കഴിഞ്ഞാൽ കുഞ്ഞിനെ കൊടുക്കേണ്ടി വരും, പിന്നെ പ്രായപൂർത്തി ആയതുകൊണ്ട് അറിയില്ല, കോടതിയുടെ തീരുമാനമാണെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ഇതെല്ലാം കേട്ട് ഷാരി കൂടെ സങ്കടപ്പെട്ട് വണ്ടിയിൽ കയറി പോവാണ് കേട്ടോ. പുള്ളിക്കാരി പോകുന്ന വഴിക്ക് നമ്മുടെ കിരണിനെ കാണുന്നുണ്ട്. കിരൺ കാണുന്ന പാടെ ചോദിക്കുന്നുണ്ട്, ഇപ്പം എൻ്റെ ആൻറ്റിയുടെ വാശിയും വൈരാഗ്യമൊക്കെ മാറിയോ, എന്ത് പറ്റി മുഖത്ത് ഒരു ഭാവവ്യത്യാസം എന്നൊക്കെ ചോദിക്കുമ്പോൾ പുള്ളിക്കാരി പൊട്ടിക്കരഞ്ഞ് കൈകൂപ്പി നമ്മുടെ കിരണിൻ്റെ മുമ്പിൽ നിന്ന് പറയുകയാണ്, എല്ലാത്തിനും മാപ്പെന്ന് പറയുകയാണ്. എന്നിട്ട് നമ്മുടെ രാഹുലിനെതിരെ പറയുകയാണ്, ആ നാണം കെട്ട മനുഷ്യൻ, പുള്ളി കാരണം നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും ജീവിതം വരെ പോയി എന്നിങ്ങനെ പറഞ്ഞ് പുള്ളിക്കാരി അങ്ങ് ഡെസ്പായിട്ട് നിൽക്കുവാണ് കേട്ടോ. എന്നിട്ട് പുള്ളിക്കാരി ഒറ്റൊരു അപേക്ഷ ചോദിക്കുകയാണ്, സരയു ഇത് അറിയരുത്, അവൾക്കിത് താങ്ങാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കിരൺ പറയുന്നുണ്ട്, നോക്കട്ടെ, ഞാനായിട്ട് പറയത്തില്ല, ഞങ്ങളുടെ വീട്ടിലെ കാര്യം അച്ഛനും അമ്മയും ഒരുമിച്ചു, രൂപയും CS ഒരുമിച്ചു എന്നുള്ള കാര്യം ആൻറ്റി പറയാത്രത്തോളം കാലം ഞാനും പറയില്ല എന്ന് ഉറപ്പ് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ കിരൺ പറയുകയാണ്, ആൻറ്റിയുടെ കുഞ്ഞ് മരിച്ചു പോയെന്നും ആ കുഞ്ഞിന് പകരം നമ്മുടെ രാഹുൽ കൊണ്ടുവച്ചാണ് സരയുവിനെന്നും, പക്ഷേ രാഹുൽ കൊണ്ടുവച്ച കുഞ്ഞ് താരയാൻറ്റിയുടെ ആയിരുന്നു എന്ന് രാഹുലിന് അറിയത്തില്ലായിരുന്നു. താരയാൻറ്റി അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിച്ചപ്പം വീട്ടുകാർ വിറ്റതാണ് ആ കുഞ്ഞിനെ എന്നൊക്കെ പറയുകയാണ്. പഴയ കഥയെല്ലാം കേൾക്കുന്ന ഷാരി പിന്നെയും തളർന്നു പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കിരണും ഷാരി വാക്ക് കൊടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. അതുപോലെ തന്നെ കിരണും ഇനിയിപ്പോൾ പറയത്തില്ല, എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിലും വലിയ ദുരന്തം വരാനുണ്ട് എന്ന് പറഞ്ഞ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. താങ്ക് യു.